ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാവരും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു അതിൽ പറയുന്നുണ്ടായിരുന്നത്. ഒരു കാരണവശാലും പരീക്ഷാ സമയത്തിന് മുമ്പ് ലിങ്ക് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യരുത്. അത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എക്സാം എപ്പോഴാണോ അതിന് ഒരു 5 മിനിറ്റ് മുന്നേ മാത്രം ലോഗിൻ ചെയ്ത്, അതായത് എക്സാം പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ഒരിക്കലും ലോഗിൻ ചെയ്ത് നോക്കാതിരിക്കുക. പിന്നെ അവർ പറയുന്നുണ്ട്, പഴയ ഹാൾ ടിക്കറ്റിലെ തീയതിയിലും സമയത്തും ലോഗിൻ ചെയ്യരുതെന്ന്. പഴയ ഹാൾ ടിക്കറ്റിലെ ഡേറ്റും ടൈമും ഒക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാവരുടെയും. കാരണം ഒരുപാട് പേർക്ക് എക്സാംസ് എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡേറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ ടൈം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഹാൾ ടിക്കറ്റിലെ ടൈമിൽ എക്സാം പോർട്ടലിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കരുത്. ഡെയിലി ഇവർ ലിസ്റ്റുകൾ ഇടുന്നുണ്ട്. അതായത് ഓരോ ദിവസം ഓരോരുത്തർക്കും എപ്പോഴാണ് എക്സാം അതിൻ്റെ ടൈമൊക്കെ വെച്ചുകൊണ്ട് അവർ സൈറ്റിൽ ലിസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നോക്കി നിങ്ങൾ കൺഫേം ചെയ്യുക, നിങ്ങളുടെ എക്സാം എന്നാണ് എന്ന് കൺഫേം ചെയ്ത് ഏത് ടൈമിനാണ് എന്ന് കൺഫേം ചെയ്തിട്ട് എക്സാമിന് 5 മിനിറ്റ് മുന്നേ മാത്രം എക്സാം പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കയറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ താങ്കളുടെ ID ബ്ലോക്ക് ആകുന്നതാണ്. അതായത് നമ്മൾ പഴയ ഹാൾ ടിക്കറ്റിൽ തീയതിയിലും സമയത്തും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷാ സമയത്തിന് മുമ്പ് ഒരുപാട് മുമ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ID ബ്ലോക്കായി പോകുന്നവർ പറയുന്നുണ്ട്. ID ബ്ലോക്കായി കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ എഴുതാൻ കഴിയില്ല, വീണ്ടും ഒരു അവസരം ലഭിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് 1-2 വട്ടം അവർ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനി ID ബ്ലോക്കായി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടും ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പിന്നെ പറയുന്നുണ്ട് പരീക്ഷാ സമയത്തിലെ മാറ്റങ്ങളെക്കുറിച്ചിട്ട്. സെർവറുകളുടെ തകരാറ് മൂലം ഉദ്യോഗാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള തീയതിയിലും സമയത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും പരീക്ഷയിലുള്ള മാറ്റം ഈ സൈറ്റിൽ ഒരു ദിവസം മുമ്പ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റ് പരിശോധിച്ച് പരീക്ഷ എഴുതേണ്ടതാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റിലെ ടൈമിലും ഡേറ്റിലൊക്കെ നല്ലപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇവരെ സൈറ്റിൽ അതായത് പിറ്റേ ദിവസത്തേക്കുള്ള ആളുകളുടെ എക്സാം എഴുതുന്ന ആളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് നിങ്ങളുടെ നമ്പർ അതിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി, അതിലിപ്പോൾ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഏത് സമയത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ സമയത്ത് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് പറയുന്നൊരു കാര്യം, ഇത് വായിച്ചതിന് ശേഷം മാത്രം ഇതിന് പ്രകാരം ലിങ്ക് ഓപ്പൺ ചെയ്യാവൂ. എങ്ങനെയാണ് ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള രീതി പറയുന്നുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമും നൽകുമ്പോൾ ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ലിങ്ക് റീഫ്രഷ് ചെയ്തതിന് ശേഷം ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമിൻ്റെയും സ്ഥാനത്ത് ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്. ലോഗിൻ ചെയ്യാൻ നേരത്ത് ഇൻകറക്റ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സൈറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് പാസ്വേഡും യൂസർ നെയിമും ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അടിച്ചു നോക്കുക. അപ്പോൾ ഇൻവാലിഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത ശേഷം നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള ആ ഒരു പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്, യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും സ്ഥാനത്ത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും സ്ഥാനത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് അവരെടുത്ത് പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കും. അതായത് നിങ്ങളിപ്പോൾ ലിങ്കിൽ കയറി നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഇൻവാലിഡ് കാണിക്കുവാണെങ്കിൽ ആ യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും സ്ഥാനത്ത് ആ ലിങ്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് അതായത് അപേക്ഷിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും കൂടെ ആയിരിക്കണം, അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുക എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് പറയുന്നൊരു കാര്യം, സെർവർ നോട്ട് അവൈലബിൾ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് കാണിച്ച പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ന്യൂ എൻട്രി ഫോം ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഇത്തരത്തിലുള്ളവർക്ക് മാർച്ച് 6, 7, 8 തീയതികളിൽ വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ്. ആയതിനു ശേഷം മാത്രമേ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ.
അപ്പോൾ ഇപ്പോൾ 21-ാം തീയതി എക്സാം തുടങ്ങി, 21, 22, 23 ഈ ഒരു 3 ദിവസങ്ങളിൽ എക്സാം എഴുതാൻ കഴിയാത്ത എല്ലാ ആളുകളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ തന്നെ ന്യൂ എൻട്രി ഫോം എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നവർക്ക് മാർച്ച് 6, 7, 8 തീയതികളിൽ വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം മാത്രമാണ് സാധ്യതാ ലിസ്റ്റ്, അതായത് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. എക്സാം എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും മാർച്ച് 6, 7, 8 തീയതികളിൽ ഒരവസരം കൂടി ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി ഇവർ ഇടുന്ന എക്സാമിനേഷൻ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന്. അങ്ങനെ കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ മുമ്പ് എക്സാം എഴുതാൻ കഴിയാതെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സാം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരാണെങ്കിൽ നിങ്ങൾക്കും വരുന്ന ദിവസങ്ങളിൽ എക്സാം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഇനി എക്സാം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഹാൾ ടിക്കറ്റിലെ സമയവും ഡേറ്റും നോക്കിയിരിക്കരുത്. നിങ്ങൾ എപ്പോഴും സൈറ്റിലിടുന്ന ലിസ്റ്റുകൾ നോക്കുക. അതിൽ അതായത് ഹാൾ ടിക്കറ്റിലെ ടൈമിലും ഡേറ്റിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ സൈറ്റിലിടുന്ന ലിസ്റ്റുകൾ എപ്പോഴും നോക്കി അത് ചെക്ക് ചെയ്യുക, അതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ 25-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 25-ാം തീയതിയിൽ ആർക്കൊക്കെ എക്സാം ഉണ്ട്, 26-ാം തീയതി, 27-ാം തീയതി, 28, 29, അതുപോലെ മാർച്ച് 1-ാം തീയതി, മാർച്ച് 2-ാം തീയതി, മാർച്ച് 4-ാം തീയതി, മാർച്ച് 5-ാം തീയതി, മാർച്ച് 6-ാം തീയതി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ എക്സാം എഴുതാൻ കഴിയാതെ പോയി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളും അതുപോലെ തന്നെ ഇനി എക്സാമുള്ള ആളുകളെല്ലാവരും ഈ എല്ലാ ലിസ്റ്റുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നമ്പർ ഈ എല്ലാ ലിസ്റ്റുകളിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ടൈം നമ്പർ ഉണ്ടെങ്കിൽ ഏതാണ് ടൈം, എപ്പോഴാണ് എക്സാം വരുന്നത് എന്ന് നോക്കി ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ലോഗിൻ ചെയ്യുക. അതും ഇവർ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലിസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അല്ലെങ്കിൽ എക്സാം ട്രാക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു ലിസ്റ്റിൻ്റെ എല്ലാം തന്നെ PDF ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി ഹാൾ ടിക്കറ്റിലുള്ള ഡേറ്റും ടൈമും വിചാരിച്ചിരിക്കരുത്. ഈ ലിസ്റ്റുകളിൽ അതിലെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റുകളെല്ലാം തന്നെ എല്ലാവരും, ഇനി എക്സാമുള്ള ആളുകളും അതുപോലെ എക്സാം എഴുതാൻ കഴിയാതെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കൊടുത്ത ആളുകളെല്ലാവരും ഈ ഒരു ലിസ്റ്റ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. എങ്ങാനും ഈ ലിസ്റ്റുകളിൽ നിങ്ങളുടെ നമ്പർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളാണ്, ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക.